T20 ക്രിക്കറ്റ് എന്നാൽ ബൗണ്ടറി ഹിറ്റിംഗ് മാത്രമല്ല എന്നും പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കി ബാറ്റ് ചെയ്യണമെന്നും ഗുജറാത്ത് ജയന്റ്സ് മറന്നപ്പോൾ സീസണിൽ ആദ്യ വിജയം സ്വന്തമാക്കി മുംബൈ ഇന്ത്യൻസ്. ഗുജറാത്ത് ജയന്റ്സിനെ 5 വിക്കറ്റിനാണ് മുംബൈ തകർത്തത്. ഈ സീസണിലെ തുടർച്ചയായ 5ാം മത്സരത്തിലും ചേസ് ചെയ്യുന്ന ടീമാണ് വിജയം സ്വന്തമാക്കുന്നത്. ഗുജറാത്തിന്റെ ഹോം മത്സരത്തിൽ ടോസ് കിട്ടിയ മുംബൈ ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. കഴിഞ്ഞ കളിയുടെ ഹാങ് ഓവറിലായിരുന്നു എന്ന് തോന്നുന്നു ഗുജറാത്തിന്റെ ബാറ്റർമാർ. കളിയുടെ സിറ്റുവേഷനോ പിച്ചിന്റെ സ്വഭാവവും മനസ്സിലാക്കാതെ വന്നവർ എല്ലാം ബൗണ്ടറി ഹിറ്റിംഗിന് ശ്രമിച്ച് മുംബൈക്ക് വിക്കറ്റ് സമ്മാനിച്ച് മടങ്ങുകയായിരുന്നു. മുംബൈയുടെ മികച്ച ബോളിംഗും കൃത്യമായ ഫീൽഡ് പ്ലേസ്മെന്റും ക്യാച്ചിങ്ങും മികച്ചു നിന്നു. 43-ൽ 5 എന്ന നിലയിൽ തകർന്ന ഗുജറാത്തിന് പൊരുതാനുള്ള സ്കോർ സമ്മാനിച്ചത് 32 റൺസ് നേടിയ ഹർലിനും 20 റൺസ് നേടിയ കശിവ് ഗൗതമും കൂടെയായിരുന്നു. ഒടുവിൽ ടീം 20 ഓവറിൽ 120 റൺസിന് ഓൾ ഔട്ടായി. മുംബൈക്ക് വേണ്ടി ബോൾ എടുത്തവർ എല്ലാം മികച്ച പ്രകടനം നടത്തിയപ്പോൾ ഹെയ്ലി 3 വിക്കറ്റും ബ്രൂട്ടും അമേലിയും 2 വിക്കറ്റ് സ്വന്തമാക്കി. മറുപടി ബാറ്റിംഗിൽ ആദ്യ 10 ഓവറുകളിൽ ഗുജറാത്തിന്റെ ബോളർമാർ മികച്ച പ്രകടനം നടത്തി. എന്നാൽ ബ്രൂട്ട് നിലയുറപ്പിച്ചതോടെ മത്സരം മുംബൈ സ്വന്തമാക്കി. മറ്റു ബാറ്റർമാർ എല്ലാം റൺസ് കണ്ടെത്താൻ വിഷമിച്ച പിച്ചിൽ 39 പന്തിൽ 57 റൺസാണ് താരം സ്വന്തമാക്കിയത്. ഒടുവിൽ 17ാം ഓവറിന്റെ ആദ്യ പന്തിൽ ബൗണ്ടറി നേടി മലയാളി താരം സഞ്ജന മത്സരം വിജയിപ്പിച്ചു. 120 റൺസ് മാത്രം ഡിഫെൻഡ് ചെയ്യാനുണ്ടായിട്ടും നല്ല രീതിയിൽ മത്സരത്തിൽ പലപ്പോഴും മുംബൈനെ പ്രഷറിലാക്കാൻ ഗുജറാത്തിന് സാധിച്ചിരുന്നു. കുറച്ചുകൂടെ ബാറ്റർമാർ ഉത്തരവാദിത്തം കാണിച്ചു ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ റിസൾട്ട് ഇതാകില്ലായിരുന്നു. മത്സരത്തിൽ 3 വിക്കറ്റും 17 റൺസും 1 ക്യാച്ചും സ്വന്തമാക്കിയ ഹെയ്ലിയാണ് കളിയിലെ താരം. ഇന്നത്തെ മത്സരത്തിൽ UP വാരിയേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും.